ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെ കാണുവാനും ഇവാനിയൻ വഴി എന്ന ഈ ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കാനും ലഭിച്ച ഒരു അവസരത്തിന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ ചിന്തകളിലേക്ക് സ്വാഗതം. ഇവാനിയൻ വഴി എന്ന ഈ ആധ്യാത്മിക ധ്യാനത്തിലെ 2 ശോധനാപരമായ ധ്യാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 4 പ്രഭാഷണങ്ങളിലായിട്ട് നമ്മൾ 2 ആധ്യാത്മിക സംഘർഷങ്ങളെ പരിചയപ്പെട്ടു. നമ്മൾ അതിൽ ആരെയും പഴിചാരുന്നില്ല, അത് തെറ്റായിരുന്നോ ശരിയായിരുന്നോ എന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾക്ക് ചുറ്റും മ്ലേച്ഛതകൾ ഊറിക്കൂടുകയും പുനരൈക്യത്തിൻ്റെ ചിന്തകൾ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങുമ്പോൾ, അനൈക്യങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ നമ്മൾ നടത്തേണ്ടതായ ചില ധ്യാനങ്ങൾ അല്ലെങ്കിൽ ശോധനപരമായ ചില വിചിന്തനങ്ങളിൽ ഈ 2 ആധ്യാത്മിക സംഘർഷങ്ങളുണ്ട്. പിതാവ് തൻ്റെ ജീവിതത്തിൻ്റെ സന്യാസത്തിലേക്കും പിന്നീട് പുനരൈക്യമെന്ന ആ ദൈവിക ഭാവത്തിലേക്കും ഒക്കെ കടന്നു കയറുന്നത് ആഴത്തിലുള്ള ഈ ശോധനപരമായ ധ്യാനങ്ങളിലൂടെയാണ്. അതിൽ അദ്ദേഹം കാണുന്ന ഒരു ആധ്യാത്മിക സംഘർഷമാണ് ഈ എൻ്റെ വിചാരങ്ങളും ദൈവവിചാരങ്ങളും തമ്മിലുള്ള, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ കഷ്ടപ്പെടുമ്പോൾ കടന്നു വരുന്ന കുറേ ചിന്തകൾ. ഈ ഞാൻ വിചാരിച്ചു എന്നതിൻ്റെ ആഴങ്ങൾ ഞാൻ പറഞ്ഞു, അത് ചെന്നെത്താത്ത തുറകളില്ല എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളോട് തമാശയായിട്ട് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. സൂര്യൻ കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു, ശരിയോ തെറ്റോ? നമ്മൾ സ്കൂളിലൊക്കെ ചോദിക്കില്ലേ, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്, ഈസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? നമ്മൾ പെട്ടെന്ന് പറയും ദാറ്റ് ഈസ് ട്രൂ. പക്ഷെ കുറേ ഒന്നുകൂടി ചിന്തിച്ച് നോക്കിയാൽ നമുക്കറിയാം അതൊരു ഞാൻ വിചാരിച്ചു ഇറ്റ്സ് ആൻ ഇൻ്റർനാഷണൽ ലൈ. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നില്ല, പടിഞ്ഞാറ് അസ്തമിക്കുന്നുമില്ല, അതവിടെ തന്നെ നിൽക്കുക, നമ്മളാ തിരിയണേ. പക്ഷെ 1ാം ക്ലാസ്സിലെ ടീച്ചർ അല്ലെങ്കിൽ നഴ്സറി ക്ലാസ്സിലെ ടീച്ചർ നമ്മളെ സൺറൈസസ് ഇൻ ദ ഈസ്റ്റ്, സെറ്റ്സ് ഇൻ ദ വെസ്റ്റ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് പഠിപ്പിച്ചപ്പോൾ നമ്മളത് തത്ത പഠിച്ച പോലെ എഴുതി വെച്ചപ്പോൾ നമുക്ക് 100 മാർക്ക് കിട്ടി. പക്ഷെ നീ ഒരു എൻജിനീയർ ആയിട്ടുണ്ടെങ്കിലേ, ഈവൻ റോക്കറ്റ് എൻജിനീയറിങ്ങോ അതല്ലെങ്കിൽ നല്ല ഫിസിക്സിൻ്റെ ആഴങ്ങളിലേക്കൊക്കെ കടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സൺറൈസസ് ഇൻ ദ ഈസ്റ്റ്, സെറ്റ്സ് ഇൻ ദ വെസ്റ്റ് അത് ട്രൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അണ്ട കിട്ടും, പട്ടപൂജ്യം തരാം, അവർ തോൽപ്പിച്ചു കളയും എന്ന് കരുതിയിട്ട് 1ാം ക്ലാസ്സിൽ ടീച്ചറിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്നെ നുണ പഠിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ആ ടീച്ചറിൻ്റെ മക്കിട്ട് തട്ടിക്കയറോ? അത്രേ അന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മളിൽ ഈ ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞത് എല്ലാ തുറകളിലും വന്ന് കയറി. നമ്മുടെ ജീവിതത്തിന് കുട്ടിച്ചോറാക്കാൻ ഒരു സാധനം മതി. ഞാനാ തിരിയണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല. എൻ്റെ സുഹൃത്തുക്കളെ, ഈ ഒരു കുഞ്ഞു ചിന്ത, സൂര്യൻ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നുമില്ല, നമ്മളാണ് തിരിയുന്നു എന്ന് പറയുന്ന ഈ ചിന്ത സഭയിൽ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഗലീലിയ, ബ്രൂണോ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്കെതിരെ സഭ വളരെ താഡനങ്ങൾ വരെ നടത്തിയിട്ടുണ്ട്. പിന്നീട് ഒരു കോപ്പർനിക്കസ് റെവല്യൂഷൻ എന്നൊക്കെ പറയുന്ന പാരഡൈം തിങ്കിങ് അല്ലെങ്കിൽ ചേഞ്ച് ഒക്കെ എന്ന് പറയുന്ന വലിയ സ്ഫോടനാത്മകമായ തിങ്കിങ്ങുകൾ കടന്നു വന്ന് ഈ ഒരു കുഞ്ഞ് ഞാൻ വിചാരിച്ചു ഇതിനെ പൊട്ടിച്ചപ്പോഴാണ്. പിന്നീട് ഭൂമി സ്ഥിരമായിട്ട് നിൽക്കുന്നതല്ല, സൂര്യനാണ് സ്ഥിരമായിട്ട് നിൽക്കുന്നത്. ഭൂമി സൂര്യനെ ചുറ്റി നിൽക്കുന്ന ഒരു ചെറിയ ഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സഭ അല്ലെങ്കിൽ അന്ന് വരെ ഉണ്ടായ ചിന്തകൾ പറഞ്ഞു, അത് ഞങ്ങൾ അത്ര ചെറുതോ, അതെങ്ങനെ ശരിയാവണേ, ഞങ്ങൾക്ക് ചുറ്റുമല്ലേ എല്ലാതും തിരിയുന്നതെന്ന് പറഞ്ഞ് സയൻറ്റിഫിക് ലോകത്തിനെ മുഴുവൻ പേടിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ആ വിശുദ്ധനായ ജോൺ പോൾ II പാപ്പ ഈ ശാസ്ത്രജ്ഞന്മാരോടൊക്കെ അതിനുവേണ്ടി ക്ഷമ പറയും, അതൊരു ഞാൻ വിചാരിച്ചതായിരുന്നു എന്ന് ഒത്തിരി എളിമയോടുകൂടെ നമുക്ക് എളിമപ്പെടാം. ചില യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാൻ പറ്റാതെ സത്യത്തിനെയോ ഒക്കെ എതിർക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ ജീവിതം തിരുത്താനും കൂടിയുള്ളതാണ്. കാരണം നമ്മൾ വളരുന്നു. ഇന്നലെ നടന്ന ഒരു കാര്യം പോലെ ആയിരിക്കണമില്ല ഇന്ന്.
അപ്പോൾ അത് തന്നെയാണ് എന്ന് പറഞ്ഞ് വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ വാശി പിടിച്ചാൽ ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തി തരുന്ന പല കാര്യങ്ങളെയും നമ്മൾ നിരാകരിക്കും. അതിൽ നിന്ന് ആവശ്യമില്ലാത്ത വേദനകളും ദുഃഖങ്ങളും ഒക്കെ കുമിഞ്ഞുകൂടാൻ തുടങ്ങും. അങ്ങനെ ഒരു ഞാൻ വിചാരിച്ചതിൻ്റെ ഒക്കെ വശംവദരാകുമ്പോൾ സ്വാഭാവികമായി എന്ത് സംഭവിക്കും? സ്വാഭാവികമായി നമ്മൾ കാറ്റിനെ പ്രസവിക്കും. കാറ്റിനെ പ്രസവിച്ച് കഴിയുമ്പോൾ നമുക്ക് ഫലപൂർണ്ണതയില്ല എന്ന് തോന്നും. ഈ ജീവിതം വേസ്റ്റായി എന്ന് തോന്നും. ഞാൻ എന്തിനെ ജീവിക്കണേ എന്നും പറഞ്ഞ് ഒരു കയ്യിൽ പുരടാനും പിടിച്ച് ബഹളം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് ചെന്ന് കയറും. പല ആത്മഹത്യ പ്രവണതകളും അങ്ങനെയൊക്കെയല്ലേ. ഇത്രയും ആരാധനകളും ധ്യാനങ്ങളും ധ്യാന മന്ദിരങ്ങളും ഒക്കെയുള്ള നമ്മുടെ ഈ ദേശത്തല്ലേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആത്മഹത്യ ചെയ്യണേ. ഇത്രയും വിഷാദവും അല്ലെങ്കിൽ എന്നോടുകൂടെ ആരുമില്ല, ഞാൻ എൻ്റെ ജീവിതം എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല, ഞാൻ കാറ്റിനെ പ്രസവിച്ചു എന്നും പറഞ്ഞ് ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് പുരടാൻ കുടിക്കുന്ന ഇതുപോലൊരു ദേശം വേറെ എവിടെയുള്ളേ? അവർ മരിക്കാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുടുംബം അടക്കം ആത്മഹത്യ ചെയ്യാൻ നിൽക്കുമ്പോൾ ആ കുടുംബത്തിനെ ഗ്രസിച്ചിരിക്കുന്ന പാപം അല്ലെങ്കിൽ ഗ്രസിച്ചിരിക്കുന്ന ഒരു മ്ലേച്ഛത എന്താണ്? ആ കുടുംബത്തിന് ഒരു മിനിറ്റിൽ തോന്നുകയാണ് ഞങ്ങൾ കാറ്റിനെ പ്രസവിച്ചു, ഞങ്ങൾ ഇതുവരെ ചെയ്തതൊക്കെ ഫലശൂന്യമായി പോയി. പക്ഷെ അത് അവരുടെ ഒരു തോന്നലല്ലേ? ഒന്നുകൂടി ചിന്തിച്ചിരുന്നെങ്കിൽ, ഒന്നും കൂടി എളിമപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു വലിയ ഔന്നത്യത്തിലേക്ക് ദൈവം അവരെ പിടിച്ചു കയറ്റുമായിരുന്നില്ലേ? പലപ്പോഴും ഈ ഫലശൂന്യരാണ് ഞങ്ങൾ എന്നുള്ള തോന്നലിൽ നിന്ന് ഒത്തിരി ധാർഷ്ട്യവും പിടിവാശിയും അപകർഷത ബോധവും ഒക്കെ പൊന്തി വരും. പക്ഷെ അതൊക്കെ നല്ല മനുഷ്യരാണ് അവർ. ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഈ രണ്ട് ആധ്യാത്മിക തലങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം, അല്പം കൂടിയും അതിനെ സ്ഥിരീകരിക്കണം. എന്നാലേ നമുക്ക് മൂന്നാമത്തെ ആത്മീയ സംഘർഷത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. കാരണം അത് നമ്മളെ പിച്ചിക്കീറുന്ന ഒരു ആധ്യാത്മിക സംഘർഷമാണ്. നമ്മുടെ മ്ലേച്ഛതയുടെ ഒരു അടി കൂടി താഴോട്ട് പോയിട്ടുള്ള ഒരു നോട്ടമാണ് അത്. പിതാവിൻ്റെ സന്യാസ തലങ്ങളിലേക്ക് കടക്കുന്ന ഒരു ചിന്തയാണത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സമയത്ത് ഞാൻ വിചാരിച്ചത് മതി കുപിതനായിട്ട് തിരിച്ചു പോകാൻ, ഒരു തെറ്റായ തീരുമാനമെടുക്കാൻ. ഒരു വ്യക്തി എടുക്കുന്ന തെറ്റായ ഒരു തീരുമാനത്തിലൂടെ അതിനുശേഷം വരുന്ന തലമുറകൾ വരെ തെറ്റായ ഒരു രീതിയിലൂടെ നടന്നു പോകാം. നമ്മൾ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ ഒരു ഞാൻ വിചാരിച്ചു എന്നതിലെടുക്കുന്ന ഒരു തീരുമാനത്തിൽ ഒരുപക്ഷെ ഒത്തിരി ആളുകളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ പറ്റും. അത് ഒരു സമൂഹത്തിന്, സ്ഥാപനത്തിന്, അതല്ലെങ്കിൽ ഒരു എൻറ്റയർ ഇസം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന ഒരു ഇസമാണത്. ആ ഇസത്തിലേക്ക് പിന്നീട് ചേരുന്ന വ്യക്തികൾ മുഴുവനും ഒരുപക്ഷെ അത്തരം ഒരു കാറ്റിനെ പ്രസവിക്കുന്ന ചിന്തയിലേക്കും ചിന്താധാരകളിലേക്കും ഒക്കെ കടന്നുപോയി അതിനുവേണ്ടി തല്ലുകൂടുകയും ജീവൻ വരെ കൊടുക്കുന്ന ഒരു ചെന്നെത്താൻ കഴിയും. അതിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, ഒരു വ്യക്തി തൻ്റെ വിചാരങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവവിചാരവുമായി താദാത്മ്യപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിയിലൂടെ വരുന്ന ചിന്തകളും ഇസങ്ങളും അതിനുശേഷം വരുന്ന ഒരു മൊത്തം തലമുറയെ നന്മയിലേക്കും ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കാൻ ഉതകുന്നതായി കൂടെ. അതിൻ്റെ വളരെ ക്ലാസിക്കായ ഉദാഹരണങ്ങളാണ് കത്തോലിക്ക സഭയിലെ സന്യാസ സമൂഹങ്ങൾ. അതിൽ ഒരു വ്യക്തിയാണ് ഇപ്പോൾ സന്യാസ സ്ഥാപകൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ വിചാരങ്ങളെ പരിത്യജിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ചിന്തയുമായിട്ട്, ദൈവം എനിക്കായിട്ട് എന്താണ് വെച്ചിരിക്കുന്നത്, ഞാൻ എന്താണ് ആയിത്തീരേണ്ടത് എന്ന് പറയുന്ന ചിന്തയുമായിട്ട് താദാത്മ്യപ്പെടുമ്പോൾ ഒരു സന്യാസ സമൂഹത്തിന് ജന്മം കിട്ടും. പിന്നീട് ഈ സന്യാസ സ്ഥാപകൻ്റെ സിദ്ധിയുമായിട്ട്, അല്ലെങ്കിൽ ക്യാരീസ് എന്ന് പറയും നമ്മൾ, ഈ സിദ്ധിയുമായി ഒന്നിച്ചു ചേരുന്ന, ഒത്തിരി നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒന്നിച്ചു ചേരുന്ന വ്യക്തി ആ സിദ്ധിക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ വരെ കൊടുക്കാൻ തയ്യാറാകും. ആ സിദ്ധിയിൽ അവർ വളരുകയും ആ താദാത്മ്യപ്പെട്ട ദൈവചിന്തയെ
വളരെ ഭംഗിയായിട്ട് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന രീതികൾ നമ്മൾക്ക് കാണാൻ കഴിയും. ദേഷ്യപ്പെട്ട് കടന്നു പോവുകയാണെങ്കിലും തലമുറകളെ തെറ്റായ രീതിയിലേക്ക് നമുക്ക് കൊണ്ടു ചെല്ലാൻ കഴിയും. നന്മയിൽ ദൈവചിന്തയുമായിട്ട് താദാത്മ്യപ്പെട്ട് പുനരൈക്യപ്പെടുകയാണെങ്കിൽ ആ പുനരൈക്യപാതകൾ പിന്തുടരുന്ന എല്ലാ വംശങ്ങൾക്കും ഈ പാപപരിഹാരമായ പുണ്യം അവർക്ക് സമാധാനവും ശാന്തിയും ഒക്കെ കൊടുക്കുന്നതായിരിക്കും. അത് സന്യാസ സമൂഹ വ്യക്തികളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വ്യക്തികളുടെ മാത്രമല്ല, കുടുംബത്തിലെ ഒരു കുടുംബനാഥൻ, ആ കുടുംബനാഥൻ തൻ്റെ വിചാരങ്ങളെ പരിത്യജിച്ചുകൊണ്ട് ദൈവവിചാരങ്ങളുമായി താദാത്മ്യപ്പെട്ട് തൻ്റെ മക്കൾക്ക് വേണ്ടി എടുക്കുന്ന ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില രീതികൾ ആ കുടുംബത്തിൻ്റെ ഇനി വരാനിരിക്കുന്ന എല്ലാ തലമുറകൾക്കുമായിട്ടും പുണ്യത്തിൻ്റെ പാതകൾ വെട്ടിത്തുറക്കും. ആ കുടുംബത്തിലെ ഒരു തലമുറയെ തന്നെ ഒരു പുതിയ ഫലപൂർണമായ ഒരു ജീവിതചര്യകളിലേക്കും ഭാവങ്ങളിലേക്കും ഒക്കെ കടത്തിക്കൊണ്ടുപോകും. പക്ഷെ ഒരുപക്ഷെ ഞാൻ വിചാരിച്ചു എന്ന വാശിയിൽ പിടിവാശി പിടിച്ച് എടുക്കുന്ന ഒരു ചെറിയ തീരുമാനം ആ കുടുംബത്തെ കുട്ടിച്ചോറാക്കില്ലേ? അതൊരു സമൂഹത്തിനും സംഭവിക്കാം, ഒരു കുടുംബത്തിനും സംഭവിക്കാം. അതുകൊണ്ട് തലമുറകളുടെ നുകം എന്ന് നമ്മൾ പറയുന്ന, നമ്മൾ വഹിക്കുന്ന ആ നുകം കർത്താവിൻ്റെ നുകം പോലെ ലഘുവും സുഖകരവുമല്ലാതായി ആവുകയാണെങ്കിൽ ആ നുകം പേറുന്നവർ ശരിക്കും കഷ്ടപ്പെട്ടു പോകും. അതാണ് പിന്നീട് പത്രോസ്ലീഹ അപ്പോസ്തല പ്രവർത്തനം 15-ാം അധ്യായത്തിലെ 10-ാം വാക്യത്തിൽ പറയുന്നത്, തലമുറകളോ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വ പുരുഷന്മാർക്കോ താങ്ങാൻ പറ്റാത്തതായ ഒരു നുകത്തെ നാം എന്തിന് ഇവരുടെ മുകളിൽ വെച്ച് കെട്ടുന്നു? അവർക്ക് ചുമക്കാൻ യേശുവിൻ്റെ ലഘുവായ സുഗമമായ നുകമില്ലേ, അത് കെട്ടിവെച്ചാൽ പോരെ, അവർ ഫലഭൂയിഷ്ഠരായിക്കൊള്ളും. അത് പത്രോസ്ലീഹ തൻ്റെ ഒരു ഐത്തോട്ടിനെ മാറ്റിക്കളയുന്നതാണ്. ഇതിൽ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി നാം ഇനി 1-2 വചനപരമായ ധ്യാനങ്ങളിലേക്ക് പ്രവേശിക്കണം. നാം ഇവാനിയൻ ചിന്തയെ ഒരു സെമിനാർ പോലെയല്ല കാണുന്നത്, അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ടുള്ള ഒരു പഠനം മാത്രമായിട്ടല്ല കാണുന്നത്. നമ്മൾ അതിനെ നമ്മുടെ ആത്മാവിനെ സ്പർശിക്കുന്ന, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിനെ കരുപിടിപ്പിക്കുന്ന ചില വിചിന്തനങ്ങളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ധ്യാനത്തിൻ്റെ ഉള്ളിലെ പഠനങ്ങൾ മാത്രമല്ല, ദൈവികമായ വിചാരങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തെ വചനാധിഷ്ഠിതമായിട്ട് എങ്ങനെ പുനരൈക്യപ്പെടുത്തും, ഞാനും എൻ്റെ സഭയും എൻ്റെ ചുറ്റുവട്ടവുമായിട്ടൊക്കെ എങ്ങനെ പുനരൈക്യപ്പെടും എന്ന ചിന്തയിലേക്കും കൂടി നമ്മൾ കടന്നു ചെല്ലുന്നതാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളൊരു വചനപരമായ ധ്യാനം നടത്താനായിട്ട് ശ്രമിക്കാം. അതിനായിട്ട് നമുക്ക് ആ കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ അവസാനിപ്പിച്ച ആ ഒരു ഭാഗം, കാറ്റിനെ പ്രസവിക്കുന്ന വേദനയിൽ നിന്ന് പൊന്തി വരുന്ന ഒരു കരച്ചിൽ. എന്താണ് ഫലപൂർണത? വാട്ട് ഈസ് ഫ്രൂട്ട്ഫുൾനെസ്? കാരണം നമ്മൾ ആ ഫലരഹിതരാണോ? നമ്മൾ വ്യക്തി, കുടുംബം, സമുദായം അല്ലെങ്കിൽ സഭ, അതൊക്കെ ഫലപൂർണമാകുന്നത് എങ്ങനെയാണ്? വലിയ ബിൽഡിംഗ് പണിതിട്ടാണോ? ഇങ്ങനെയാണ് ഫലപൂർണ്ണത ആകുന്നത്. അപ്പോൾ ചിലപ്പോഴൊക്കെ പറയും, അയ്യോ ഒന്നുമില്ലാതെ ആകുമ്പോഴാണ്, നമ്മൾ ദരിദ്രരാകുമ്പോഴാണ് എന്ന് പറഞ്ഞ് നമുക്കെല്ലാതും വിറ്റുമടിച്ച് നമ്മളെല്ലാതും കൂടി ഇങ്ങനെ കിടന്ന് നടക്കുമോ? അങ്ങനെയൊന്നുമല്ല. ധനം ഒരു തെറ്റാണോ? ധനം ഒരു തെറ്റായിട്ടൊന്നും ബൈബിള് കാണിച്ചിട്ടില്ലല്ലോ. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഉള്ളിൽ തേനും പാലും നിറഞ്ഞൊഴുകുന്ന ഫലഭൂയിഷ്ഠമായ ഭൂമിയില്ലേ? അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആശീർവാദത്തിൽ മക്കളില്ലേ, സമ്പത്തില്ലേ? നിങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്നല്ലേ ദൈവം പറയുന്നത്. എൻ്റെ രാജ്യവും ധാർമ്മികതയും നീതിയും അന്വേഷിക്കുന്ന എല്ലാവർക്കും ബാക്കി എല്ലാതും കൊടുക്കുന്നതാണെന്ന് പറയണേ. അതുകൊണ്ട് ധനം നമ്മൾ ആർജിക്കുക, അല്ലെങ്കിൽ നമ്മൾ ധനമുള്ളവരാകുക, അത് വലിയ തെറ്റൊന്നുമല്ല എന്ന് കരുതി ഒരു പാവപ്പെട്ടവനായിരിക്കുക അല്ലെങ്കിൽ ഒത്തിരി മിതത്തോടു കൂടി ജീവിക്കുക എന്നുള്ളത് ശാപവുമല്ല. എൻ്റെ ബാഹ്യമായ സമ്പത്തുകളോ അല്ലെങ്കിൽ രൂപഭാവങ്ങളോ അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനങ്ങളോ ഒന്നുമല്ല എൻ്റെ ഫലപൂർണതയെ നിർണ്ണയിക്കുന്നുവെന്ന് നമ്മളെല്ലാവരും വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്താണ് ഫലപൂർണത? പലതരത്തിൽ നമുക്ക് അതിനെ വീക്ഷിക്കാം, നിർവചിക്കാം, അതല്ലെങ്കിൽ അതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. പിതാവ് അതിനെ എങ്ങനെ കാണുന്നു, അതിലാണ് നമ്മൾ അതിനെ ഇവാനിയൻ വഴിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്.
ഈ ഫലപൂർണതയെക്കുറിച്ച് സുവിശേഷം ഒത്തിരി സംസാരിക്കുന്നുണ്ട്. യേശുവിൻ്റെ ആ ചിന്തകൾ, മുന്തിരിവള്ളിയും ശാഖകളും എന്ന് പറഞ്ഞ ചിന്ത, ഞാനുമായിട്ട് നിങ്ങൾ ഒന്നിച്ചു നിന്നാൽ മാത്രമേ നിങ്ങൾ ഫലമണിയുകയുള്ളൂ. അതല്ലെങ്കിൽ ആ യോഹന്നാൻ 15 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ പറയുന്നത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും അത് നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. ഫലപൂർണത അല്ലെങ്കിൽ നമ്മളിൽ ഫലം വരണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതിന് തന്നെയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതും. അതുകൊണ്ടാണ് ആ ഫലം തരാത്ത അത്തിവൃക്ഷത്തെ വെട്ടിക്കളയാനായിട്ട് ആ സേവകനോട് പറയുന്നത്. പിന്നീട് ആ സേവകൻ വന്നിട്ട്, സാറേ ഞാൻ അതിൻ്റെ 4 ചുറ്റിലും ഒന്ന് മണ്ണൊക്കെ ഇളക്കി ഇത്തിരി വളമൊക്കെ ഇട്ട് കൊടുക്കാം, അത് ഫലം പിടിക്കുകയാണെങ്കിൽ, അതിൽ ഫലം വരികയാണെങ്കിൽ നല്ലതല്ലേ, 1 കൊല്ലം കൂടി നമുക്കൊന്ന് കാത്തു നിന്നുകൂടെ എന്ന് പറഞ്ഞ് 1 വർഷം കൂടി ജീവനെ ചോദിച്ചു മേടിക്കുന്ന ആ ഫലത്തിനെ ഫലമണിയാനായിട്ടുള്ള ഒരു സാഹചര്യത്തെ ക്രിയേറ്റ് ചെയ്യണതൊക്കെ നമുക്ക് കാണാൻ കഴിയും. യേശു പറയും, ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുക എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഫലമണിയുക എന്നുള്ളത് ഒരു സുവിശേഷ അധിഷ്ഠിത ജീവിതത്തിൻ്റെ അഭികാമ്യമായ ഒന്നാണ്. ഇപ്പോൾ സുവിശേഷ സംഘങ്ങൾ അവരുടെ 25 ആ വിശ്വാസ റെസൊല്യൂഷനുകളെ പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, അവർ ലോകത്തിന് അനുരൂപരാകാതിരിക്കുമ്പോൾ, ചിലരൊക്കെ പറയും, ജീവിക്കാൻ അറിയാത്തൊരു പാർട്ടികൾ ഈ ലോകത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? അവർ ഫലരഹിതരാകുകയാണോ? സുവിശേഷ സംഘത്തിൻ്റെ ഫലപൂർണത എന്താണ്? ഒരു സഭയുടെ ഫലപൂർണത എന്താണ്? അതൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു നോക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ, വ്യക്തി ജീവിതത്തിൻ്റെ ഫലപൂർണത എന്താണ്? കാരണം ഫലപൂർണതയിൽ നിന്നാണ് ഒരു വ്യക്തി പുനരൈക്യത്തിന് വേണ്ടി കൈനീട്ടി കൊടുക്കുകയുള്ളൂ. ഇപ്പം എന്നിലൊന്നുമില്ല, ഞാൻ കാറ്റിനെ പ്രസവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയാൽ ആ അപകർഷത ബോധത്തിൽ അപരനെ അഭിമുഖീകരിക്കാനോ, അപരനുമായിട്ട് ഒരു സംവാദത്തിൽ ഏർപ്പെടാനോ, അപരനോടൊപ്പം ഇരിക്കാനോ, കൂട്ടായ്മയിലേക്ക് വരാനോ ആ വ്യക്തി ആഗ്രഹിക്കില്ല. ആ വ്യക്തിയുടെ ഉള്ളിൽ അറിയണം, എന്നിലും ഫലങ്ങളുണ്ട്, ഞാനും ദൈവത്തിനു മുമ്പിൽ ഫലമണിയുന്നവനായിരിക്കുന്നു. അത് വ്യക്തി എന്ന് മനസ്സിലാക്കുന്നു, ആ ദൈവാഭിമുഖ്യം അല്ലെങ്കിൽ ദൈവം എന്നെ ഫലമണിയുന്നവനായി വിളിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതം ഫലമണിയുന്നു എന്ന ഉത്തമ ബോധ്യം വന്നാൽ മാത്രമേ മിഷനായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തി നിൽക്കുന്ന പുനരൈക്യ സംവാദങ്ങളായിട്ടോ ഒക്കെ വരുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വരില്ല. നമ്മുടെ ആ ചുറ്റുകളിൽ നിന്ന് നമ്മൾ കരയുകയും വേദനിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യും. ഈ സന്യാസത്തിൻ്റെ ആത്മാവിനെ ബാല്യകാലത്ത് തന്നെ അനുഭവിക്കുകയും ആ ഒരു സന്യാസത്തിൻ്റെ തലങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു പിതാവിൻ്റെ വ്യക്തിത്വം. ദൈവത്തെ അന്വേഷിക്കുക അല്ലെങ്കിൽ ഫലമണിയുക, ദൈവം എന്നെ വിളിച്ച വിളിയിൽ ഞാൻ ഫലമണിയുന്നവനാകണം എന്നുള്ള ചിന്ത ബാല്യകാലത്തിൽ തന്നെ പിതാവിനെ ഗ്രസിച്ചിരുന്നു. അല്ലെങ്കിൽ ആ മനസ്സ് അങ്ങനെയുള്ള ഒരു അന്വേഷണ ത്വരയിലായിരുന്നു. പിന്നീട് പൗരസ്ത്യ ആധ്യാത്മികതയിൽ വളർന്നു വന്നു. പാശ്ചാത്യ ആധ്യാത്മികതയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ തുടങ്ങി. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും സന്യാസത്തിൻ്റെയും ഒക്കെ വശ്യതയിൽ വളരെ കൗതുകപൂർവ്വം നോക്കി നിൽക്കുകയും അതിനൊക്കെ താതാത്മ്യപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്തപ്പോൾ ഈ വ്യക്തിഗത ഫലപൂർണതയെക്കുറിച്ച് പിതാവിൻ്റെ ഉള്ളിൽ ആഴത്തിലുള്ള ബോധ്യങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. ഒരുപക്ഷെ നമ്മൾ ഒരു സൈഡ് മാത്രം കാണുമ്പോൾ പെട്ടെന്ന് അതാണ് ഫലപൂർണത, 10 പൈസ ഉണ്ടാക്കി ഒരു ലോട്ടറി അടിച്ചാൽ എൻ്റെ ലൈഫ് ആകെ ഇതായി. അങ്ങനെയല്ല, അല്പം കൂടി വിശാലമായിട്ട് പല തലങ്ങളെ കണ്ട് അതിനെ സമന്വയിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഈ ഫലപൂർണതയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ബോധ്യങ്ങളൊക്കെ കടന്നു വരാൻ തുടങ്ങുക. പിതാവ് അങ്ങനെ പല മാനങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു.
അദ്ദേഹത്തിൽ പലതരത്തിലുള്ള സംസ്കാരങ്ങൾ, പലതരത്തിലുള്ള ചിന്തകൾ സമുന്നയിച്ചിരുന്നു. അപ്പം അതിൽ നിന്ന് വളരെ അപൂർവമായ അല്ലെങ്കിൽ ദൈവിക ഭാവങ്ങളാൽ നിറഞ്ഞ ഫലപൂർണതയെക്കുറിച്ചുള്ള ചിന്തകൾ ഉരുവായി. അങ്ങനെയുള്ള വ്യക്തികളായിട്ട് നമ്മളും അടുക്കുമ്പോഴാണ് നമ്മളും അതുപോലെയൊക്കെ ആയിത്തീരുന്നത്. അങ്ങനെയുള്ള നല്ല മനുഷ്യരെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഈ മനുഷ്യരൊക്കെ എങ്ങനെ പല തലങ്ങളിൽ നിന്ന് ഒരു സാധനത്തിനെ കണ്ട് അതിനെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നുള്ള ഇങ്ങനെയുള്ള വലിയ മനുഷ്യരിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ആ വലിയ മനുഷ്യർ ലോകത്തിലുണ്ടായിരുന്നു, അവരെയൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിലും വ്യക്തി ജീവിതത്തിലൊക്കെ ഗുണാത്മകമായ പരിവർത്തനങ്ങൾ നടക്കുന്നത്. ക്വാളിറ്റേറ്റീവ് ഡിഫറൻസുകൾ എന്ന് നമ്മൾ പറയും. പിതാവിൻ്റെ ഈ മാറ്റങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തായിരുന്നു? ഒരു കാരണം പിതാവിൻ്റെ ആഴത്തിലുള്ള വചന ഒരു അടിസ്ഥാനമായിരുന്നു. വചനത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വെളിപാടുകളെ വൃത്തിയായും വെടുപ്പായിട്ടും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, ഒരു പുരോഹിതൻ്റെ പ്രാർത്ഥനയുടെ ആഴങ്ങൾ, ഒരു സന്യാസിയുടെ അച്ചടക്കത്തിൻ്റെ അനുസരണയുടെയൊക്കെ ഉള്ള ആ ഒരു ഭാവം, അതൊക്കെ പിതാവിനെ പല പൂർണ്ണതയെക്കുറിച്ച് ചിന്തിക്കാൻ സഹായിച്ചിട്ടുണ്ട്. എവിടെ നിന്നായിരിക്കും പിതാവ് അങ്ങനെയുള്ള ഫലപൂർണതയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്? പൗരസ്ത്യ സഭയിലായിരിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയുമെന്ന് വിചാരിക്കുന്നു. ഈ മാർ അക്വീനോസ് പിതാവ് ഒരു കത്തോലിക്കനായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് പുനരൈക്യം എന്ന് പറയുന്ന ആ ഒരു സാധനത്തിന് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹം യാക്കോബായ സഭയിലെ ഒരു പിതാവായിരുന്നു. ഓക്കെ, അവിടെ പുരോഹിതനാകുകയും പിന്നീട് ബിഷപ്പാകുകയും പിന്നീട് ഈ ഓർത്തഡോക്സ് ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു സന്യാസ സമൂഹത്തെ വാർത്തെടുക്കാൻ ആഗ്രഹിക്കുകയും ബദനി എന്ന് പറയുന്ന സന്യാസ സമൂഹത്തെ 1919 പെരുന്നാട് റാണി എന്ന് പറയുന്ന സ്ഥലത്തുള്ള മുണ്ടമലയിൽ സ്ഥാപിക്കുകയും ചെയ്ത്. അപ്പോൾ അദ്ദേഹം കത്തോലിക്കനല്ല, പക്ഷെ ഒരു കറ തീർന്ന ഒരു പൗരസ്ത്യ തിയോളജിൻ്റെയോ അല്ലെങ്കിൽ സന്യാസിയുടെയോ എല്ലാ ഭാവങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തുറവിയിൽ അദ്ദേഹം പാശ്ചാത്യ സംസ്കാരത്തെയും അല്ലെങ്കിൽ കത്തോലിക്ക സഭയെക്കുറിച്ച് അധികം പഠിക്കാൻ തുടങ്ങി. കാരണം ഈ സന്യാസ സമൂഹത്തെയൊക്കെ സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം അത് ഓർത്തഡോക്സ് സഭയിലെ അങ്ങനെയുള്ള ഒരു സന്യാസ സഭയോ അല്ലെങ്കിൽ ഇപ്പോൾ കത്തോലിക്ക സഭയിലുള്ള ഈ ഒരു കോൺഗ്രിഗേഷൻ പോലെയുള്ള ഒരു സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിതാവിൻ്റെ മനസ്സിൽ ഈ സമുദായത്തിൻ്റെ അപൂർത്തിയെക്കുറിച്ചുണ്ടായ ചിന്തകളിൽ അങ്ങനെ ഒരു മിഷണറി സമൂഹം ഞങ്ങളുടെ സമൂഹത്തിലുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു മിഷണറി സമൂഹം ഒരു സിസ്റ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ, പിന്നീട് അദ്ദേഹം 1925 ഈ സിസ്റ്റേഴ്സിനും ഒരു പുതിയ സംഘത്തെ അദ്ദേഹം ആരംഭിക്കും. ബദനി സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ആ ഗ്രൂപ്പിനെ അദ്ദേഹം ഫോം ചെയ്യും. ഈ നാരി ശക്തീകരണം എന്നുള്ളതൊക്കെ അന്നേ തന്നെ ചിന്തിക്കുകയും ഇവിടെ നിന്ന് കുട്ടികളെ ബാരസോളിലേക്ക് കൊണ്ടുപോയി അവിടെ പഠിപ്പിക്കുകയും അങ്ങനെ നല്ല പഠിച്ച അമ്മമാർ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കണമെന്ന് അന്നേ ഒരു 100 കൊല്ലം മുമ്പ് ചിന്തിക്കുകയും ചെയ്ത ഒരു വലിയ ഒരു ചിന്തകനായിരുന്നു നമ്മുടെ ഈ മാർ ഇവാനിയോസ് പിതാവ്. കത്തോലിക്ക സഭയെ അധികം അറിയാൻ തുടങ്ങിയപ്പോൾ പിതാവ് പത്രോസ് ലീഹയെ പറ്റിയും അധികം പഠിക്കാൻ തുടങ്ങി. പരിശുദ്ധ സിംഹാസനത്തെക്കുറിച്ച്, കത്തോലിക്ക കൂട്ടായ്മകളെക്കുറിച്ച്, കത്തോലിക്ക സഭയിലെ വിശ്വാസ തലത്തിലുള്ള വൈവിധ്യങ്ങളെക്കുറിച്ചൊക്കെ പിതാവ് പഠിക്കാൻ തുടങ്ങി. വിശുദ്ധ പത്രോസിനോടുള്ള മാർ ഇവാനിയോസ് പിതാവിൻ്റെ സവിശേഷമായ അനുസരണ ഭാവവും പിന്നീട് വളരെ പ്രായോഗികമായ രീതിയിൽ പുനരൈക്യത്തിൻ്റെ പാഠങ്ങളിലേക്ക് പിതാവിനെ നയിക്കുന്ന പൗരസ്ത്യ പാശ്ചാത്യ ആധ്യാത്മികതയിൽ നിന്ന് ഉയരുന്ന പുനരൈക്യ ചിന്തകൾക്ക് അല്ലെങ്കിൽ ആ ഫല മണിയുന്ന ആ ചിന്തയിലേക്ക് പിതാവിനെ നയിക്കുന്നത് പത്രോസ് ലീഹായുടെ ലേഖനങ്ങളിൽ നിന്നുള്ള ചില ചിന്തകളാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് നാം ഇതിനെ കാണുന്നില്ലെങ്കിലും, പിതാവിൻ്റെ എഴുത്തുകളിലോ അല്ലെങ്കിൽ സന്യാസ സഹായികളിലോ ഒന്നും പ്രത്യേകമായിട്ട് ഒരു ഓർഡർ പോലെ അതൊന്നും എഴുതിയിട്ടില്ലെങ്കിലും, പിതാവിൻ്റെ ആധ്യാത്മികതയെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ നാം കാണുന്ന ഒരു പ്രായോഗികത, അതിലെ പല തലങ്ങളെ സമന്വയിപ്പിക്കുന്ന ഒരു സമഗ്രമായ ഒരു സമീപന രീതി
വചനാധിഷ്ഠിതമായ സമീപനം, ഭക്തി, അജപാലനം, ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ജിജ്ഞാസ, സന്യാസ തലങ്ങളിലേക്ക് വളരുന്ന അല്ലെങ്കിൽ ഉഭവിയിലേക്ക് വളരുന്ന ഒരു മിസ്റ്റിക്കൽ ടച്ച്, അതെല്ലാം ഒത്തിരി കൗതുകം ഉണർത്തുന്നതാണ്. അദ്ദേഹം ഇത്രയും കാര്യങ്ങളെ എങ്ങനെ ഇത്ര സരളമായി സമന്വയിപ്പിച്ചു, അതല്ലെങ്കിൽ ആ സമന്വയം ഒരു കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേക്ക് എങ്ങനെ കടത്തിവിടാൻ കഴിഞ്ഞു എന്നുള്ളത് വെരി ഇൻട്രസ്റ്റിംഗ് തീംസ് ഓഫ് സ്റ്റഡി. കാരണം പല വ്യക്തിത്വങ്ങളിലും ഇത്രയും റീച്ച്, അതിൻ്റെ പ്രായോഗികതകൾ, രഹസ്യാത്മകതകൾ, ജ്ഞാനജിജ്ഞാസകൾ, അതല്ലെങ്കിൽ അതിൻ്റെ അജപാലന രീതികൾ, അതിനെ പൗരോഹിത്യത്തിൻ്റെ തലത്തിൽ നിന്നല്ല, ഒരു ആധ്യാത്മിക ജീവിതത്തിൽ നിന്ന്, ആത്മാരുടെ ജീവിതത്തിൽ നിന്ന്, കുട്ടികളുടെ, അമ്മമാരുടെ, അല്ലെങ്കിൽ പിതൃവേദി, മാതൃവേദി എന്നൊക്കെ പറയുന്ന നമ്മൾ ആർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആധ്യാത്മികത ഫലമണിയുന്നത് പിതാവിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു ചിന്ത പത്രൂസിലിയയിൽ നിന്ന് വരുന്നതാണ്. അത് എ പ്യുവർ കാത്തലിക് തിങ്കിങ് എന്ന് പറയും നമ്മൾ ആ ചിന്തയെ. പിതാവ് കൂടുതൽ കത്തോലിക്കനാകാൻ തുടങ്ങി. ഇന്നത്തെ നിർവചനങ്ങളിലോ അല്ലെങ്കിൽ കത്തോലിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാത്തോലിക്കനാണെന്നോ അല്ലെങ്കിൽ നമ്മൾ പലതരത്തിൽ കളിയാക്കിയൊക്കെ പറയുന്നില്ല. അങ്ങനെയല്ല. കത്തോലിക്കൻ എന്ന് പറഞ്ഞാൽ ആ വലിയ കൂട്ടായ്മ, വിശാലമായ, ആഗോളമായി എല്ലാത്തിനെയും എംബ്രേസ് ചെയ്യുന്ന ഒരു വലിയ ആറ്റിറ്റ്യൂഡാണ് ഈ കത്തോലിസിസം എന്ന് പറയുന്നത്. അതിൻ്റെ അപജയങ്ങളുടെ മുഖങ്ങളെ കണ്ടിട്ട് അതിൻ്റെ ആഴങ്ങളെ തള്ളിക്കളയരുത്. അതൊന്ന് കടന്നു ചെന്ന് അനുഭവിക്കേണ്ടതാണ്. മാർ ഇവാനിയോസ് പിതാവ് took time to study Catholicism. Later, if you know about his writing and so on, the way he appreciates Catholicism, the way he argues when he became part of Catholic world, is an amazing themes to study. നമ്മൾ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഈ ഫലമണിയുന്ന ആ ഒരു ചിന്തയിലേക്ക് തന്നെ നമ്മെ തന്നെ നിലനിർത്താം. അതിനുവേണ്ടി നമുക്ക് പത്രോസ്ലീഹയുടെ രണ്ടാമത്തെ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ ഉപയോഗിക്കാം. ഓക്കെ, പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഈ പ്രഭാഷണത്തിൻ്റെ ഇനിയുള്ള അല്പസമയം നമ്മൾ ആ വചനഭാഗത്തിൻ്റെ 3-4 വചനങ്ങളെ അപഗ്രഥിക്കും. പിന്നീട് 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളെ അതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ വീണ്ടും ധ്യാനിക്കുന്നതായിരിക്കും. ഈ വചനം 3-ൽ ഇപ്രകാരം പറയുന്നു: തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കയറി വരുന്ന ഒരു സെൻറ്റൻസ്, നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായ എല്ലാം ദൈവം നമുക്ക് തന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും ദൈവം നമുക്ക് തന്നു കഴിഞ്ഞു. അതിലിപ്പോൾ എന്താ സംശയം? പിന്നെ സഡൻലി നമ്മൾ ചോദിക്കും, പിന്നെ എങ്ങനെ നമ്മൾ കാറ്റിനെ പ്രസവിക്കുന്നേ? നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായുള്ളതെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ കാറ്റിനെ പ്രസവിക്കുക? അപ്പം ആ വചനത്തെ നമ്മൾ ഒരു പ്രാവശ്യം കൂടി കേൾക്കണം. നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ആവശ്യമുള്ളത് ഞാൻ എങ്ങനെ സ്വീകരിക്കും? അതിൻ്റെ ഒരു ഹൗ, അതെങ്ങനെയാണ്? അതിനാ വചനം നമ്മൾ വീണ്ടും വായിക്കണം. തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള അറിവിലൂടെ. ഫലമണിയുന്നുണ്ടോ ഇല്ലയോ എന്നറിയുന്നത് നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള അറിവിൻ്റെ തോതനുസരിച്ചാണ്. ഇപ്പം ഞാൻ ഫലപൂർണനാകുന്നോ എന്നറിയണമെങ്കിൽ അത് ഏത് വ്യവസ്ഥയിൽ നിന്നാണ് നിർണയിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള അറിവിലൂടെ അവൻ്റെ ദൈവിക ശക്തി നമുക്ക് ആവശ്യമായ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായുള്ളതെല്ലാം നൽകിയിരിക്കുന്നു.
പക്ഷെ ഞാനിപ്പോൾ ഫലപൂർണ്ണനാകുന്നില്ലെങ്കിൽ നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ദൈവം നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ദൈവം യഹോവ ഈറയാണ്, ദാതാവാം ദൈവമാണ്. ആ ദൈവത്തിന് നമുക്ക് തരാനായിട്ട് എല്ലാതും നമുക്ക് തരാനായിട്ട് കഴിയും. നമ്മൾ ചെന്നിട്ട് അയ്യോ തായോ എന്നൊന്നും പറഞ്ഞ് നമ്മൾ ബെഗ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു പുത്രൻ്റെ സ്വാതന്ത്ര്യമാണത്. തൻ്റെ പിതാവിനറിയാം ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കുന്ന ദാതാവായ ദൈവം. പക്ഷെ പിന്നെ എന്തിനാ നമ്മൾ ഇത്രയും ഫലരഹിതരായിട്ട് മാറുന്നത്? പക്ഷേ നമ്മൾ ഫലപൂർണരാകണമെങ്കിൽ നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള അറിവും നമ്മളിൽ വരണം. ഹോസിയായുടെ പുസ്തകത്തിലെ 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: അജ്ഞത നിമിത്തം അല്ലെങ്കിൽ ജ്ഞാനം നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിലെ 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം: അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു. നീ വിജ്ഞാനം തിരസ്കരിച്ചതുകൊണ്ട് എൻ്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്ന് നിന്നെ ഞാൻ തിരസ്കരിക്കുന്നു. ഈ അറിവ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഫലപൂർണതയായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അതുകൊണ്ടായിരിക്കണം പണ്ടത്തെ നമ്മുടെ കാരണവരൊക്കെ പറയുന്നത് നിറകുടം തുളുമ്പില്ല എന്ന് പറയും. അതങ്ങനെ നിറഞ്ഞു നിൽക്കും. ആ നിറവിൻ്റെ കുറവ് വരുമ്പോഴാണ് പലതരത്തിലുള്ള ശബ്ദങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങണേ. അപ്പം അറിയണം കുടം കാറ്റിനെ പ്രസവിച്ചു തുടങ്ങി. കുടം നിറഞ്ഞിട്ടില്ല, അത് ചെറിയ ഇത്തിരി വെച്ചിട്ട് വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയാണെന്ന്. അപ്പം എല്ലാവർക്കും അറിയാം ആ കുടത്തിൻ്റെ വയറിൽ നിറച്ച് കാറ്റാണെന്ന് നമുക്ക് തിരിച്ചറിയാം. പക്ഷെ അത് നിറയും തോറും തുളുമ്പാതെ അത് അതിൻ്റെ പൂർണ്ണതയിൽ അങ്ങനെ നിൽക്കാൻ തുടങ്ങും. അതൊരു വലിയ അറിവാണ്, അല്ലെങ്കിൽ ഒരു വലിയ തിരിച്ചറിവാണ്. ഈ വിളിച്ചവനെ കുറിച്ചുള്ള അറിവ് നിമിത്തം കാറ്റിനെ പ്രസവിക്കുന്ന സന്യാസ ജീവിതവും പൗരോഹിത്യവും സഭയും നിത്യ കാഴ്ചകളാകുമ്പോൾ ഫലശൂന്യത എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നാം തിരിച്ചറിയുന്നു. നമ്മളുടെ സഭ സത്യത്തിൽ തന്നെ വിളിച്ചവനെ കുറിച്ചുള്ള അറിവിൽ വളരുന്നുണ്ടോ? നമ്മുടെ അനൈക്യങ്ങൾക്ക് കാരണം, അല്ലെങ്കിൽ നമ്മൾ ഒരു പുനരൈക്യപ്പെടാതെ തല്ലുകൂടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, തീർച്ചയായിട്ടും നമ്മളെ വിളിച്ചവനെ കുറിച്ചുള്ള തിരിച്ചറിവ് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മെ നയിക്കില്ല. കാരണം അവനെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ പുനരൈക്യം മാത്രമേ പോരുള്ളൂ. അനൈക്യങ്ങൾ അവൻ്റെ അറിവിൽ യാതൊരു സ്ഥാനം പോലുമില്ല. എനിക്ക് വിഷമം ആക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ വൊക്കേഷനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. ഞാനൊരു സിറോ മലബാറിൽ ജനിച്ച് സിറോ മലബാറയുടെ കുർബാന കേട്ട് വളർന്ന ഒരു ഓൾട്ടർ ബോയാണ്. അപ്പോൾ ഈ അച്ഛന്മാരുടെയൊക്കെ അടുത്ത് നിന്ന്, ആ ഓൾട്ടറിൻ്റെ അടുത്ത് നിന്നിട്ട് കുർബാനയൊക്കെ കാണുമ്പോൾ ഈ 4-ാം പ്രമാണ ജപം അച്ഛൻ, ചില അച്ഛന്മാർ എന്ന് പറഞ്ഞ് ചെല്ലും, ചില അച്ഛന്മാർ മൊഴി തിരിച്ച് നല്ല ഭംഗിയായിട്ട് ചെല്ലും. അപ്പോൾ ഞാൻ 9-10 പഠിക്കുന്ന കാലത്ത് എൻ്റെ വികാരി അച്ഛൻ നല്ലോണം മൊഴി തിരിച്ച് വളരെ കൊതി തോന്നുന്ന തരത്തിൽ കുർബാന ചൊല്ലിയിരുന്ന ഒരു അച്ഛനായിരുന്നു. അച്ഛൻ്റെ അടുത്ത് നിന്ന് ഈ 4-ാം പ്രമാണ ജപം അച്ഛൻ ഇങ്ങനെ മൊഴി തിരിച്ച് ഇങ്ങനെ വലിയൊരു പ്രാർത്ഥന പോലെ ഇങ്ങനെ ചെല്ലുന്നത് എന്നെ എപ്പോഴും ആകർഷിച്ചിരുന്നു. ഇതിന് ആ പ്രാർത്ഥന എങ്ങനെയാന്ന്: നീയാണ് ദൈവമായ പിതാവാണെന്നും നിന്നെ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ എന്ന് പറയും. പിന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ വന്നു. എന്നിട്ട് ആൾ പറയും, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും വിശുദ്ധിയുടെയും നൈർമല്യത്തിൻ്റെയും മാർഗം പഠിപ്പിച്ചു വന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ എന്ന് പറയും. അപ്പോൾ അങ്ങനെ വേദപരാംഗത മമത്രാന്മാരെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കുരിശിട്ടിട്ട് അച്ഛൻ വന്നിട്ട് അത് ഒറ്റ പ്രാർത്ഥനയായിട്ട് പരിശുദ്ധ കത്തോലിക്ക സഭയിലെ മക്കളായ എല്ലാവർക്കും വിശുദ്ധിയുടെയും നൈർമല്യത്തിൻ്റെയും മാർഗം പഠിപ്പിച്ചു വന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ എന്ന് പറയും. അപ്പം എൻ്റെ മനസ്സിലൊരു സംശയം കയറി വരും, ഇത് ഈ അച്ഛൻ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് എല്ലാവരും എങ്ങനെ അറിയണേ? അപ്പം ഞാൻ അമ്മയോടൊക്കെ ഇങ്ങനെ ചോദിക്കുക, അമ്മ ആ അച്ഛൻ എല്ലാ പ്രാർത്ഥനയിലും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മക്കളായ എല്ലാവർക്കും വിശുദ്ധിയുടെയും നൈർമല്യത്തിൻ്റെയും മാർഗം പഠിപ്പിച്ചു എന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ. പക്ഷെ ഇതെങ്ങനെ എല്ലാ മനുഷ്യരും അറിയണേ?
അപ്പം അമ്മ അങ്ങനെ പറയും, മോൻ പോയി പറയണം. അമ്മ അങ്ങനെ പറഞ്ഞ് എന്നെ പറ്റിച്ചു. പക്ഷെ അവിടെ നിന്ന് ആ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാവരും അറിയണം കത്തോലിക്ക സഭയ്ക്ക് ദൈവം വിശുദ്ധിയുടെയും നൈർമല്യത്തിൻ്റെയും മാർഗം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. പക്ഷെ ഇന്നൊക്കെ നോമ്പ് കാലത്തിലാവുമ്പോൾ എൻ്റെ സഭയിൽ നിന്ന് വരുന്ന വാട്സപ്പ് മെസ്സേജുകളിലും ട്രോളുകളൊക്കെ ഞാൻ വായിക്കുമ്പോൾ അതൊന്നും നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗങ്ങളായിട്ട് എനിക്ക് തോന്നാറില്ല. അതെന്നെ ഒത്തിരി വേദനിപ്പിക്കാറുണ്ട്. നമ്മെ വിളിച്ചവനുള്ള തിരിച്ചറിവില്ലാതെ നമ്മൾ ആരോട് എന്തു പറയാൻ ആഗ്രഹിക്കണേ? പക്ഷെ ഈ പിതാവ് ഒരു 90 വർഷങ്ങൾക്ക് മുമ്പ് കത്തോലിക്ക സഭയെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ട കത്തോലിക്ക സഭയല്ല ഈ വലിയ പിതാവ് കണ്ടത്. ഒരുപക്ഷെ പിതാവ് 90 വർഷങ്ങൾക്ക് ശേഷം ഇന്നായിരിക്കണം നമ്മുടെ സഭയെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ പുനരയിക്കപ്പെടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ പിതാവ് അന്ന് കണ്ട സഭ, അല്ലെങ്കിൽ അന്ന് ചേരാൻ ആഗ്രഹിച്ചപ്പോൾ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും വിശുദ്ധിയുടെയും നൈർമല്യത്തിൻ്റെ മാർഗം ദൈവം പഠിപ്പിച്ചുവെന്നുള്ള ആഴത്തിലുള്ള ചിന്തയുണ്ടായി. എനിക്കും ആ കൂട്ടായ്മയുടെ ഭാഗമാകുകയാണെങ്കിൽ ഈ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗത്തിൻ്റെ സ്രോതസ്സുകളിൽ എനിക്കും പങ്കുകാരനാകാൻ കഴിയുകയായിരുന്നെങ്കിൽ എൻ്റെയും എൻ്റെ ജനത്തിൻ്റെയും ജീവിതം ധന്യമാകും എന്നുള്ള ഒരു തോന്നൽ പിതാവിൻ്റെ ഉള്ളിൽ വന്നിരുന്നു. ഇന്ന് മിഷൻ ചൈതന്യത്തിൽ ഞാൻ ആളുകളെ സഭയിലേക്ക് ചേർക്കുകയും അല്ലെങ്കിൽ അവർക്ക് സുവിശേഷത്തെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എൻ്റെ കുഞ്ഞുനാളിൽ കേട്ട കുർബാനയുടെ ആ പ്രാർത്ഥന ഇന്നും ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളായ എല്ലാവർക്കും വിശുദ്ധിയുടെയും നൈർമല്യത്തിൻ്റെയും മാർഗം പഠിപ്പിച്ചുവെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. പക്ഷേ ഇന്ന് ആ പുരോഹിതർ വരെ റോട്ടിൽ കുത്തിരിക്കാനും സമരം ചെയ്യാനും പുനരൈക്യത്തിൻ്റെയും മനസ്താപത്തിൻ്റെയും അല്ലെങ്കിൽ അനുരഞ്ജനത്തിൻ്റെയും ഒക്കെ ശുശ്രൂഷ നടത്തുന്ന നോമ്പ് കാലത്തിൽ ഉപജാപങ്ങൾക്കും തല്ലുകൂട്ടലുകൾക്കും വേണ്ടി ചെലവ് ചെയ്യുമ്പോൾ കാറ്റിനെ പ്രസവിക്കുകയല്ലാതെ വേറെ എന്ത് ചെയ്യുന്ന പറയണേ? നെഞ്ചത്തടിച്ച് നിലവിളിച്ച് മുട്ടുകുത്തി കരയാന്നല്ലാതെ വേറെ എന്ത് ചെയ്യാൻ നമുക്ക് കഴിയും? നമ്മൾ കാറ്റിനെ പ്രസവിക്കേണ്ടാവും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? നമ്മെ ആരെ വിളിച്ചെന്നുള്ള അറിവില്ലാതിരിക്കുക, കർത്താവിനെ പറ്റിയുള്ള തിരിച്ചറിവില്ലാതിരിക്കുക. ആ ഫലം അണിഞ്ഞോ അല്ലെങ്കിൽ ഞാനും എൻ്റെ സമൂഹം, എൻ്റെ സമുദായം, എൻ്റെ ഇടവയും കുടുംബവും ഒക്കെ ഫലം അണിഞ്ഞോ എന്ന് അറിയുന്നതിനുള്ള ആദ്യത്തെ വ്യവസ്ഥ, അല്ലെങ്കിൽ അത് നിർണ്ണയിക്കാനുള്ള ആദ്യത്തെ വ്യവസ്ഥ, നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള അറിവിലേക്ക് നാം വളരുന്നുണ്ടോ? നിങ്ങൾക്ക് പെട്ടെന്ന് ചോദിക്കാം, അങ്ങനെ വളരുമ്പോൾ ഇത് എവിടേക്കാണ് വളരണേ? അതും കൂടി അറിഞ്ഞാലല്ലേ ഞാൻ വളർന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ ആ പത്രോസ്ലീഹായുടെ ആ ഇതിൻ്റെ അടുത്ത വചനം നമ്മൾ വായിക്കണം. അതിൽ ആ വചനത്തിൽ പറയുന്നത്, അതുവഴി അവൻ അമൂല്യവും ശ്രേഷ്ഠവുമായ ഒത്തിരി വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു. ആ വാഗ്ദാനങ്ങളുടെ പാലനം കൊണ്ട് ദുരാശ മൂലം നഷ്ടപ്പെട്ട ഈ ലോകത്തിൽ നിന്ന് വിടുതൽ നേടി നാം എല്ലാവരും ദൈവ സ്വഭാവത്തിൽ പങ്കാളികളാകും. സർമലബാർ പ്രാർത്ഥന വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വരും. അച്ഛന്മാർ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ഞങ്ങളുടെ പാപങ്ങളെ എതിരാക്കി നിന്റെ ദൈവ സ്വഭാവത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കുകയും ചെയ്തു. ആ പ്രോസസ്സ് എല്ലാ കുർബാനയ്ക്കും നമ്മൾ പറയും. നിന്റെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ എന്ന് പറയും. അവിടെ ബുദ്ധിയെ ശുദ്ധീകരിച്ചുകൊണ്ട് നിന്റെ ദൈവിക സ്വഭാവത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന് പറയും. എല്ലാ പൗരസ്ത്യ ചിന്തകളിലും ഈ പ്രാർത്ഥനാ രീതിയുണ്ട്. അതിൽ ദൈവ സ്വഭാവത്തിൽ പങ്കുകാരാകാനുള്ള ഒരു വലിയ ആഗ്രഹമുണ്ട്. സോ ഫലമണിഞ്ഞോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കാനുള്ള ഒരു വ്യവസ്ഥ ഇതാണ്. നാം ദൈവ സ്വഭാവത്തിൽ പങ്കുകാരാകുന്നുണ്ടോ? Are we participating in the nature of God? ഒരു സഭ ഈ ദൈവ സ്വഭാവത്തിൽ പങ്കുകാരാകാതെ ഏതൊക്കെ ഇമേജറുകളാണോ പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ അനൈക്യത്തിലേക്ക് കൊണ്ടെത്തിക്കും.
എന്താണ് ദൈവ സ്വഭാവത്തിൽ നിറയുമ്പോൾ നമ്മളിലൊക്കെ സംജാതമാകുന്നൊരവസ്ഥ? വിശുദ്ധി, ഹോളിനെസ് എന്ന് പറയും. സഭയ്ക്ക് വിശുദ്ധി അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ആകർഷണമുണ്ടോ? സന്യാസിതരിലായാലും പുരോഹിതന്മാരിലായാലും ആത്മാരിലായാലും നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ ആധ്യാത്മികതയിലായാലും വിശുദ്ധി അല്ലാതെ നമ്മുടെ സഭയ്ക്ക് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് വേറെ എന്ത് ആകർഷണമാണുള്ളത്? ഞാൻ ഏത് കൊമ്പത്തെ അച്ഛനെന്ന് പറഞ്ഞാലും കുറേ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും എന്നിൽ ദൈവ സ്വഭാവം പ്രകടമാകുന്നില്ലെങ്കിൽ, എന്നിൽ വിശുദ്ധി പ്രകടമാകുന്നില്ലെങ്കിൽ എന്ത് ആകർഷണമാണ് എനിക്കുള്ളത്? അതല്ലേ ഇന്ന് സഭയ്ക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ മ്ലേച്ഛത. വിശുദ്ധി നഷ്ടപ്പെട്ട് വിളിച്ചവനെ കുറിച്ചുള്ള അറിവില്ലാതെ കുറേ കാട്ടിക്കൂട്ടലുകളും അത് നമ്മെ ശരിക്കും നശിപ്പിച്ചു കളയും. പിതാവ് തൻ്റെ സന്യാസത്തിലേക്ക് കടന്നു കയറുമ്പോൾ ഒരു മിഷനറി സമൂഹമാണ് സ്ഥാപിക്കേണ്ടത് എന്ന് പറയുന്ന ചില ഭാഗങ്ങളുണ്ട് ഈ ഗിരിദീപത്തിൻ്റെ ചിന്തകളിൽ. എൻ്റെ സമൂഹം മിഷനറി സമൂഹമാകേണ്ടതാണ്. നമ്മളെല്ലാവരും പോയി യേശുവിനെ കുറിച്ചുള്ള അറിവാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ ലോകത്തിൽ പലതരം വർക്കുകളുണ്ടെങ്കിലും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള അറിവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ആ അറിവിൽ നമ്മുടെ ഇടവക സമൂഹങ്ങളെയും ഒക്കെ കരുപ്പിടിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ മിഷനറി ചൈതന്യം എന്ന് തിരിച്ചറിഞ്ഞ് ഒരു മിഷനറി സമൂഹത്തെ തന്നെ സ്ഥാപിക്കണം. ക്രിസ്തു ശിഷ്യരാകണം. അവർ യേശുവിനെ അനുകരിക്കുന്നവരാകണം എന്ന് പറഞ്ഞ് മിശിഹാനുകരണ സംഘം എന്ന് പറഞ്ഞിട്ടാണ് ബദനി മിഷനറി സന്യാസ സമൂഹങ്ങളെ അദ്ദേഹം സ്ഥാപിക്കുന്നത്. ആ മിഷൻ ചൈതന്യത്തിൽ പിതാവ് എന്തിനാണ് മിഷനറി ആകുന്നത്, എന്തിനാണ് ഒരു മിഷനറി സമൂഹത്തെ സ്ഥാപിക്കേണ്ടത്, അവരുടെ ഇന്ന് എന്താണ് അവർ ചെയ്യേണ്ടത് എന്നുള്ള ചിന്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുക. നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുന്നത് വഴി നമ്മളെ വിളിച്ച മിശിഹായെ അനുകരിക്കുക. അത് കുരങ്ങ് അനുകരിക്കുന്നത് പോലെയല്ല, അവന്റെ സ്വഭാവത്തിൽ പങ്കുകാരാകുക. അതൊരു ശിഷ്യന്റെ മനോഭാവമാണത്. ഗുരുവിനെ കുറിച്ച് പൂർണ്ണമായ അറിവിലൂടെ ശിഷ്യൻ ഗുരുവിനെ പോലെ ആകുന്നത് പോലെ. അപ്പോഴാ നമ്മളൊക്കെ ഫലമണിഞ്ഞോ എന്ന് ചോദിക്കുന്നേ. പക്ഷേ വിളിച്ചവനെ പറ്റി പറയാത്ത മിഷനുകൾ ഇന്ന് സഭ ചെയ്യുന്നില്ലേ? വിളിച്ചവനെ കുറിച്ച് പറയാത്ത കരുതാത്ത പല ശൂന്യമായി തീരും ഈ സഭ. ചിലപ്പോൾ 1 മണിക്കൂർ നമ്മൾ പ്രീച്ച് ചെയ്താൽ പോലും യേശുവിനെ പറ്റി ഒരു അക്ഷരം പോലും പറയാത്ത, എന്തിനാണ് ദൈവം ഈ ലോകത്തിലേക്ക് വന്നതെന്ന് ഒരുത്തിനോട് പോലും പറയാത്ത മിഷൻ കർമ്മങ്ങളിലേക്ക് സഭ എന്ന് പറയുന്ന NGO പ്രവേശിക്കുമ്പോൾ നമ്മൾ ഫലം അണിഞ്ഞോ ഇല്ലയോ എന്ന് നമ്മൾക്കറിയില്ലെങ്കിൽ നമ്മളെ കാണുന്നവർക്കറിയാം നമ്മളെല്ലാവരും കാറ്റിനെ പ്രസവിക്കുകയാണെന്ന്. കാരണം അവർ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളെ വിളിച്ചവനെ കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുകയും ആ യേശുവിൻ്റെ മിശിഹാനുകരണത്തിലേക്ക് ഈ ലോകത്തിന് മുഴുവനേക്കും എത്തിക്കുക എന്ന് പറയുന്ന മിഷൻ ദൗത്യമാണ്. ആ ദൗത്യം ഇന്ന് സഭ ചെയ്യുന്നുണ്ടോ? അത് ചെയ്യാതെ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളിൽ പല പൂർണ്ണത വരില്ല. സഭയുടെ അടിത്തട്ടിൽ മ്ലേച്ഛത വളരുന്നത് നാം എല്ലാം ഫലശൂന്യരാകുമ്പോഴാണ്. യേശുവാണ് ആ ഫലം. യേശു എന്ന സുവിശേഷമാണ് ആ ഫലം. അത് പുറപ്പെടുവിക്കുകയും പങ്കുവെക്കുകയുമാണ് ഫലമുള്ള ഒരു സഭയുടെ ലക്ഷണം. ഇന്ന് സഭ തൻ്റെ ദൗത്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ടല്ലേ മ്ലേച്ഛതകൾ അടിത്തട്ടിൽ ഊറിക്കിടക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥകളിലാണ് മാർ ഇവാനിയോസ് പോലെയുള്ള വലിയ പ്രവാചകന്മാരിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടത്. അവർ എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചതെന്നും അവരെങ്ങനെയാണ് സഭയെ വീക്ഷിച്ചതെന്നും നമ്മൾ വിചിന്തനം ചെയ്യേണ്ടതും അവർ ആഴത്തിലേക്ക് ചെന്ന് നമ്മളെ കാണിച്ചു തരുന്ന ചില കാര്യങ്ങളെ നാം മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. സഭയുടെ അടിത്തട്ടിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛത നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗമല്ല പ്രസരിപ്പിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ സമുദായത്തെക്കുറിച്ചുള്ള വേദനയിൽ
അതിനെ വിശുദ്ധിയിലേക്കും നൈർമല്യത്തിലേക്കും നയിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഒരു കാര്യം പിതാവ് തിരിച്ചറിഞ്ഞു. വിശുദ്ധിയുടെയും നൈർമല്യത്തിൻ്റെ മാർഗം എന്നിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ അദ്ദേഹം സന്യാസത്തിലേക്ക് തിരിഞ്ഞു. വിശുദ്ധിയും വെടിപ്പുമുള്ള ജീവിതം നയിക്കാൻ, യേശുവിനെ കുറിച്ച് അറിയാൻ ആ വ്യക്തി ഒരു സന്യാസിയായി. ഇവാനിയൻ പാദത്തിൻ്റെ ആദ്യത്തിൽ തന്നെ, തുടക്കത്തിൽ തന്നെ നാം യേശുവിനെ അറിയണം. നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള അറിവാണ് ആത്യന്തികമായി നമ്മെ പുനരൈക്യപ്പെടുത്തുന്നത്. വിട്ടുകൊടുക്കാനും ക്ഷമിക്കാനും ഇനിയും ഒരിക്കൽ കൂടി എന്ന പ്രത്യാശയിലേക്ക് കടന്നു വന്ന് രക്ഷാകര തിരുത്തലിലൂടെ പുനരൈക്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരണമെങ്കിൽ വിളിച്ചവനെ കുറിച്ചുള്ള അറിവ് നമ്മെ സഹായിക്കും. ആ വിളിച്ചവനെ കുറിച്ചുള്ള അറിവാണ് വചനപരമായ ഒരു ധ്യാനത്തിലൂടെ, സന്യാസ സഹായിയിലൂടെ പിതാവ് നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തരുന്ന ഒരു പഠനം. നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള അറിവ് നമ്മിൽ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അവൻ്റെ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകില്ല. തുടക്കത്തിലൊക്കെ വേണമെങ്കിൽ നമുക്കും ഇത്തിരി അസുരഭാവങ്ങളൊക്കെ കാണിക്കാം. ഒരു 17-18 വയസ്സുള്ള ചെറുക്കൻ ഇത്തിരി കുസൃതിയായി അവൻ ഒത്തിരി കാണിക്കുമ്പോൾ അവൻ്റെ മെക്കെട്ട് കയറാതെ 50കളിലേക്കും 60കളിലേക്കും കടക്കുമ്പോൾ അല്പം സാത്വിക ഭാവങ്ങൾ, പുണ്യഭാവങ്ങൾ നമ്മളിൽ നിന്ന് പൊന്തി വരേണ്ടതല്ലേ. പക്ഷേ 25, 30, 35, 40കളിലേക്ക് 50കളിലേക്കും കടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പ്യുവർ രാക്ഷസനല്ല പുറത്തു വരുന്നത്. അവനെക്കുറിച്ചുള്ള അറിവില്ലായ്മയിലൂടെ അധികാര പ്രമത്തതയിൽപ്പെട്ട് ദൈവ സ്വഭാവത്തെ പ്രസരിപ്പിക്കാതെ ചുറ്റുമുള്ള എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ഒരു ചിന്തകളിലേക്കും ഭരണരീതികളിലേക്കൊക്കെ നമ്മൾ മാറുന്നില്ലേ? നമ്മളെ വിളിച്ചവനെ കുറിച്ചുള്ള അറിവ് തീർച്ചയായും വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഈ ധ്യാനം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ രണ്ടാം ഭാഗം നേരത്തെ പറഞ്ഞതുപോലെ പത്രോസ്ലീഹായുടെ 2-ാം ലേഖനത്തിൻ്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ വെച്ച് നമ്മൾ വീണ്ടും പിതാവിൻ്റെ ആധ്യാത്മികതയിലേക്ക് കടക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയാണ്. ഇത് അവസാനിക്കുന്നതിനായിട്ട് ഞാൻ ഒരു വചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ ഇപ്രകാരം പറയുന്നു: തീർച്ചയായും നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായി ഉറച്ചു നിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ഈ വചനം വായിക്കുമ്പോൾ വളരെ സന്തോഷമാണ്. കർത്താവ് എൻ്റെ പ്രവൃത്തി അറിയുന്നു, ക്ഷമാപൂർവമായി എൻ്റെ പിടിച്ചു നിൽപ്പ് അറിയുന്നു, ദുഷ്ടരോടുള്ള എൻ്റെ വീക്ഷണങ്ങളെ അദ്ദേഹം തിരിച്ചറിയുന്നു. സോ ഐ എം ഹാപ്പി ബിക്കോസ് ഹി അപ്രീഷിയേറ്റ്സ് മീ. 3-ാമത്തെ പദത്തിൽ പറയുന്നു, തീർച്ചയായും ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട്. അറ്റ് ഓൾസോ an amazing, തോളിൽ തട്ടിയിട്ട് മിടുക്കൻ എന്ന് യേശു പറയുന്നത് പോലെ ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട്. എൻ്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല. അതും വലിയൊരു തോളിൽ തട്ടാണ്. പക്ഷെ 4-ാമത്തെ വചനത്തിലെങ്കിലും ഇങ്ങനെ പറയുന്നു, എങ്കിലും നിനക്കെതിരായി എനിക്കൊന്ന് പറയാനുണ്ട്. അങ്ങനെ ദൈവം ഒരു കംപ്ലൈൻറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ക്ഷമാപൂർവമായി പിടിച്ചു നിൽപ്പും നമ്മുടെ എല്ലാ കാര്യങ്ങളും അപ്രിഷ്യേറ്റ് ചെയ്തതിന് ശേഷം, മിടുക്കനാണെന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. എന്താണ് ആ കാര്യം? നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവടിഞ്ഞു. അതാ കംപ്ലൈൻറ്റ്. പല പണിയാതെ ആയിരിക്കുന്നത്, കാറ്റിനെ പ്രസവിക്കുന്നതൊക്കെ ഈ ആദ്യ സ്നേഹം കൈവെടിഞ്ഞതുകൊണ്ടാണ്. ഈ ആദ്യ സ്നേഹം എന്താണ്? വിളിച്ചവനെ കുറിച്ചുള്ള അറിവിൻ്റെ ആഴം. അപ്പോൾ അത് ഭാര്യ-ഭർത്ത ബന്ധത്തിലായാലും ആ ആദ്യ സ്നേഹം എന്ന് പറയുന്നത് കൈപിടിച്ചവനെ കുറിച്ചുള്ള അറിവിൻ്റെ തിരിച്ചറിവല്ലേ. ആ അറിവിൽ നിന്നല്ലേ അവർ പരസ്പരം സ്നേഹിക്കുന്നതും ഫലമണിയുന്നതൊക്കെ. പിന്നീട് ഈ സ്നേഹം നഷ്ടപ്പെടുകയും ആരാണ് എൻ്റെ കൂടെ ഉള്ളത് എന്നുള്ളവനെ കുറിച്ചുള്ള തിരിച്ചറിവ് നഷ്ടപ്പെടുകയും നമ്മൾ പിന്നെ എല്ലാത്തരം കാട്ടിക്കൂട്ടുകളുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലും. അപ്പോൾ വചനം 5 പറയുന്നു, അതിനാൽ. അങ്ങനെ ഒരു കാറ്റിനെ പ്രസവിക്കുന്ന ഫലശൂന്യത നിന്നിലുണ്ടെങ്കിൽ അതിനാൽ ഏതവസ്ഥയിൽ നിന്നാണ് അത് പതിച്ചതെന്ന് ചിന്തിക്കുക.
ഈ വചനം പുനരൈക്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പിതാവിൻ്റെ ഉള്ളിൽ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന ഒരു നല്ല പുരോഹിതനും സന്യാസിയും ബിഷപ്പൊക്കെ ആയിരുന്നു. നമ്മൾ നോക്കുമ്പോൾ ഇത്രമാത്രം ഫലമണിഞ്ഞ ഒരു മനുഷ്യൻ, പക്ഷെ തൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു സമുദായത്തിൻ്റെ ഭാഗമായിട്ട് ആ സമുദായം മുഴുവൻ കാറ്റിനെ പ്രസവിക്കുകയാണെന്ന് തിരിച്ചറിയുമ്പോൾ ആദ്യ സ്നേഹം എവിടെ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള ആഴത്തിലുള്ള ചിന്തകളിലേക്ക് പിതാവ് കടക്കും. അപ്പൊ ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ച് എന്ന് ചിന്തിക്കുക. ആ ചിന്ത പിതാവിനെ ഉദയം സൂനകദോസിലേക്കും കൂനും കുരിശു സത്യത്തിലേക്കും പുത്തൻകൂർ പഴയകൂറിൻ്റെ ആ വേദനകളിലേക്കും പിന്നീട് നടന്ന 5-ാം നൂറ്റാണ്ടിലെ ആ ഒരു വലിയ അനുസരണക്കേടിലേക്കൊക്കെ പിതാവിനെ എത്തിക്കും. സാധാരണ നമ്മളൊന്നും അങ്ങനെ പിന്നിലേക്ക് പോയി ചിന്തിക്കില്ല. പക്ഷെ ഏതവസ്ഥയിൽ നിന്നാണ് നീ അധപതിച്ചതെന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞപ്പോൾ ധ്യാനാത്മകതയിൽ നിറഞ്ഞു നിന്ന പിതാവിൻ്റെ ഉള്ളിൽ നാം കാണാത്ത തലങ്ങളിലേക്ക് പോയി. അവിടെ നിന്നല്ലേ എൻ്റെ വേദന തുടങ്ങിയത്, അവിടെ നിന്നല്ലേ ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ടത്, വിളിച്ചവനെ കുറിച്ചുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടത് എന്ന് ആഴത്തിൽ ചിന്തിക്കാൻ ഈ മനുഷ്യന് കഴിഞ്ഞു. നമ്മൾ വിചാരിക്കും ഇത്രയൊക്കെ കടന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന്. അങ്ങനെയാണ് ചിലവരെയൊക്കെ പരിശുദ്ധാത്മാവ് ചില സമയങ്ങളിൽ പൊക്കിക്കൊണ്ടുവരിക. ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യ പ്രവർത്തികൾ ചെയ്യുക. പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ ആദ്യ പ്രവൃത്തി എന്തായിരുന്നു? പരിശുദ്ധ സിംഹാസനവുമായിട്ട് അനുരഞ്ജനപ്പെടുക. കാരണം ഏത് അവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയി എവിടെ നിന്നാണ് ഈ ഒരു അവസ്ഥ സംജാതമായത് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പ് അപ്പുറത്ത് അനുരഞ്ജനത്തിൻ്റെ ആദ്യ കർമ്മം കെടുക്കുന്നുണ്ട്. പക്ഷെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുകയും നീ ആദ്യ പ്രവർത്തികൾ ചെയ്യുവിൻ എന്ന് പറയുന്നിടത്ത് പിതാവിന് ആദ്യ പ്രവർത്തി പരിശുദ്ധ സിംഹാസനവുമായിട്ട് അനുസരണത്തിൽ ഒന്നിച്ചു വരിക, ആ കൂട്ടായ്മയിലേക്ക് കടന്നു ചെല്ലുക. ഇനി അതിൻ്റെ നുവാൻസുകളെ പറ്റിയൊക്കെ പിന്നീട് നമ്മൾ അല്പം കൂടിയും ആഴത്തിൽ ചിന്തിക്കുന്നതായിരിക്കും. പക്ഷെ ഫലപൂർണതയെക്കുറിച്ച് ചിന്തിക്കുന്ന പിതാവ് ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ആഴത്തിൽ ചിന്തിച്ചു. തിരിച്ചറിവിൻ്റെ കുറവുകൾ വന്നതിനെ കുറിച്ച് പിന്നീട് പിതാവ് ആദ്യ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി. ആദ്യ പ്രവൃത്തിയാണ് പുനരൈക്യം അല്ലെങ്കിൽ അനുരഞ്ജനപ്പെടുക. എവിടെ നിന്നാണ് അധപതിച്ചത് അത് മനസ്സിലാക്കി ആദ്യ കർമ്മങ്ങൾ ചെയ്യുക. അതല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിൻ്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. അപ്പൊ പിതാവിൻ്റെ അനലൈസുകളിൽ ഫലഭൂവിഷ്ടമല്ലാത്ത ഫലമണിയാത്ത അവസ്ഥ എന്താണ്? ദീപപീഠം പോയൊരവസ്ഥ. അവിടെ ദീപത്തെ നീക്കിക്കളയെന്ന് പറയുന്നില്ല, ദീപപീഠം നീക്കിക്കളയും. ഇത് കേൾക്കുന്ന മനസ്സിൽ പെട്ടെന്ന് വേറൊരു വചനഭാഗം കയറി വരണം. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, ദീപം തെളിച്ച് ആരും പറയുടെ കീഴിലോ കട്ടിലിന്റെ കീഴിലോ വെക്കാറില്ല, അത് ദീപപീഠത്തിലാണ് വെക്കുക. അപ്പൊ ഇത് കത്തിച്ച് ഇങ്ങനെ ചെല്ലണ നേരത്ത് അവിടെ ദീപപീഠം ഇല്ല, അങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുകയാണ്. പിതാവിന് മനസ്സിലായി തൻ്റെ സമൂഹം അങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു ദീപമാണ്, പക്ഷെ ഒരു ദീപപീഠമില്ല, അത് പോയി കെടുക. ഇനി ആ ദീപപീഠം തിരിച്ചു വരണമെങ്കിൽ അനുരഞ്ജനപ്പെടണം, പുനരൈക്യപ്പെടണം. കാരണം പല മണിയാത്ത ഒരു ദീപമായിട്ട് ഇങ്ങനെ കത്തി നിൽക്കുന്നു. അത് വെക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു ദീപപീഠമില്ല. അത് ആ സമൂഹത്തിനെ പിടിച്ചിരിക്കുന്ന, ഗ്രസിച്ചിരിക്കുന്ന ഫലശൂന്യതയായിട്ട് പിതാവ് മനസ്സിലാക്കും. അത് പത്രോസിൻ്റെ ചിന്തകളായിട്ട് പിതാവിൻ്റെ മനസ്സിലേക്ക് വരും. അങ്ങനെ പിതാവ് ഏത് അവസ്ഥയിൽ നിന്നാണ് ഒരു സമൂഹം അധപതിച്ചതെന്നും ആദ്യത്തെ ഫലങ്ങൾ ചെയ്യേണ്ടതാണെന്ന് തിരിച്ചറിയുമ്പോൾ പുനരൈക്യപ്പെടുകയും അങ്ങനെ ലഭിച്ച സുന്ദരമായ ദീപപീഠത്തെയാണ് നമുക്ക് വേണമെങ്കിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്ന് പറയുകയും ചെയ്യാം. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അങ്ങനെ ദീപപീഠത്തെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്ന് പറയുന്ന ദീപപീഠത്തിലേക്കല്ല കടന്നു വരുന്നത്. പക്ഷെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ ദീപത്തെ വെക്കാനുള്ള ദീപപീഠത്തെ തിരിച്ചു കൊടുക്കപ്പെട്ടു. പുനരൈക്യത്തിൻ്റെ ഡിറക്റ്റ് ഫലമാണത്.
തൻ്റെ ദീപത്തെ വയ്ക്കാനും അത് അതിൻ്റെ ഭംഗിയോടുകൂടി തെളിഞ്ഞു കത്താനും ആ നല്ല ഫലങ്ങളെ കണ്ട് സ്വർഗസ്ഥ പിതാവിനെ മഹത്വമണിയിക്കുന്ന പുത്രസ്വീകാര്യതയുടെ ഫലത്തെ സ്വീകരിക്കുന്നതുമായ ഒരു ആധ്യാത്മികതയാണ് പുനരൈക്യം. അങ്ങനെ കിട്ടിയ ഒരു ദീപപീഠമാണ് മലങ്കര സഭ എന്ന് മലങ്കര സഭയിലെ എല്ലാ മക്കളും തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് ആ അനുരഞ്ജനത്തിൻ്റെയും പുനരൈക്യത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും ഒക്കെ നാളങ്ങളെ കട്ടിലിന്റെ അടിയിലോ പറയുടെ അടിയിലോ ഇഞ്ഞു കൊണ്ടുവയ്ക്കരുത്. അത് ആഗോള സഭയാകുന്ന കത്തോലിക്ക കൂട്ടായ്മയാകുന്ന ദീപപീഠത്തിന്റെ മുകളിൽ അതിന്റെ എല്ലാ അന്തസ്സോടുകൂടെ വെക്കുകയും അവരുടെ നല്ല കർമ്മങ്ങള് മിഷൻ ചൈതന്യങ്ങളായിട്ട് ദൈവത്തെ കൊടുക്കുന്ന സുവിശേഷമാകുന്ന ഫലത്തെ പങ്കുവയ്ക്കുന്ന ഒരു വലിയ ദീപമായിട്ട് ജ്വലിക്കുകയും ചെയ്യണം. അത് നമ്മുടെ ഉള്ളിലേക്ക് വരണം. അതൊക്കെ പിതാവിലൂടെ എല്ലാ സഭകളോടും എല്ലാ വ്യക്തികളോടും പറയുന്ന ആധ്യാത്മിക ചിന്തകളായിട്ടും അതിനെ കണക്കാക്കണം. നമുക്കിവിടെ അവസാനിപ്പിക്കാൻ സുഹൃത്തുക്കളെ. ധ്യാനം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ധ്യാനം ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം. ഒന്ന് കണ്ണുകൾ അടയ്ക്കുക. തൻ്റെ കുടുംബത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇടവകയെ, പള്ളിയെ, രൂപതയെ, നമ്മുടെ സഭയെ ഒക്കെ തീർച്ചയായിട്ടും അതിൽ ഒത്തിരി കുറവുകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ക്ഷമാപൂർവമായ പിടിച്ചു നിൽപ്പും എല്ലാം ആ സഭയിലില്ലേ? നമ്മളൊക്കെ എത്രമാത്രം വിശ്വസ്തരായിട്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ മക്കൾ അല്പം തെറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എത്രമാത്രം സ്നേഹവും എത്രമാത്രം ത്യാഗവും ഒക്കെയാണ് നമ്മുടെ മക്കളിൽ നമ്മൾ കാണുന്നത്. പക്ഷെ എവിടെയൊക്കെയോ അവർക്ക് കൊടുക്കാൻ ഒരു ദീപപീഠമില്ലാത്ത അവസ്ഥ കുടുംബനാഥനോ ഇടവക അച്ഛനോ സന്യസ്തർക്കോ ഒക്കെ തോന്നുന്നില്ലേ? നമ്മുടെ സമൂഹങ്ങൾക്കും സ്ഥാപനങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നണം. എവിടെ നിന്നാണ് നമ്മൾ അധപതിച്ചതെന്ന് ഒരു ശോധനപരമായ ധ്യാനം നമ്മൾ നടത്തി നോക്കണം. അത് ഒരാൾ എന്നെ കോക്കരി കാണിച്ചു, അവൻ എന്നെ മൂക്ക് പൊന്തിച്ച് കാണിച്ചു എന്നൊന്നുമല്ല. ആഴത്തിലേക്ക് പോയിട്ട് നോക്കണം. എൻ്റെ സമൂഹത്തിന് എവിടെ നിന്നാണ് തെറ്റുപറ്റിയത്? അപ്പോൾ പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. പരിശുദ്ധാത്മാവ് കാണിച്ചു തരും രക്ഷാകരമായ തിരുത്തലിൻ്റെ ഒരു ഏരിയ. ആ രക്ഷാകരമായ തിരുത്തലിലേക്ക് കടന്നു ചെന്നാൽ ഇന്ന് ഈ മുഹൂർത്തത്തിൽ എൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ കൃപ പുനരൈക്യപ്പെടുത്തുന്ന ദീപപീഠം തിരിച്ചു തരുന്ന, നീ എന്ന ദീപത്തെ ജ്വലിപ്പിച്ച് ഈ ലോകത്തിൻ്റെ മുമ്പിൽ മുഴുവൻ മഹത്വം നൽകുന്ന ഒരു വലിയ സംഭവമായിട്ട് നിങ്ങളെ മാറ്റിത്തരും. റൈറ്റ് നൗ. മലങ്കര സഭയുടെ ഒരു പാട്ടുണ്ട് കുർബാന തുടങ്ങുന്നതിന് മുമ്പേ, വെളിവായ എന്നോട് ഈശോ നിന്റെ വെളിവാൽ കാണുന്നു. ആ വെളിവാണ് വേണ്ടത്. അതല്ലെങ്കിൽ വെളിവ് കെട്ട പോലെ ഒരു പോക്കാണ്. നമുക്കെല്ലാവർക്കും ആ പാട്ടിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ചിന്തിക്കാം. വെളിവായ എന്നോട് ഈശോ നിന്റെ വെളിവാൽ ഞാൻ കാണുന്നു. ഈ കണ്ട ലോകത്തിൻ്റെ ഒക്കെ ആധാരമായ വെളിവ് നീ തന്നെയാണ്. നീ എന്ന വെളിവിൽ മാത്രമേ പുനരൈക്യപ്പെടാനും ഫലമണിയാനും കഴിയുകയുള്ളൂ. അത് ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ, ഞങ്ങളുടെ സഭയെ പഠിപ്പിച്ചു തരണമേ. ഏത് അറ്റം വരെ പോയും തെറ്റിനെ കണ്ടുപിടിച്ച് ആഴത്തിൽ എളിമപ്പെട്ട് പുനരൈക്യത്തിലേക്ക് ഞങ്ങളെ നയിച്ച ദൈവദാസ മാർ ഇവാനിയോസ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പുനരൈക്യത്തിൻ്റെ വലിയ കൃപകൾ, അഭിഷേകങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൊടുക്കണമേ. ആമേൻ.